നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ മടി കാണിക്കാറുണ്ടോ? ശരിക്കും അത് മടിയല്ല, പേടിയാണ്. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി. ഇത്തരം അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ അവരും നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ തയ്യാറാകുമോ? എനിക്ക് തോന്നുന്നില്ല അവർ തയ്യാറാകുമെന്ന്. കാരണം അവർ വിചാരിക്കുക, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ഈ സുഹൃത്തിന് വേണ്ടി ഞാനൊരു തീരുമാനമെടുത്താൽ അത് തെറ്റിപ്പോയാലോ, അതായിരിക്കും ഞാൻ ആ സുഹൃത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം. അതുകൊണ്ട് അവരും ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ബൈബിള് തുറന്നു നോക്കാറില്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ആശ്വാസമൊക്കെ ഉണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ള അതേ വചനം നമുക്ക് ആ സമയത്ത് കിട്ടും. അങ്ങനെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ട്, തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ശരിയല്ലേ? നമുക്ക് ആ വഴിയിലേക്കൊന്ന് തിരികെ പോകാം. അതെങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വചനം നമുക്ക് കിട്ടുക? ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വലിയ വിജയത്തിലെത്തിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വലിയ സംഭവം തന്നെയാണ്. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാലോ, അതെന്തുമാത്രം മനോഹരമായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് തൊട്ടു മുമ്പ് പരിശുദ്ധാത്മാവേ, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തെ ഒന്ന് മിന്നിച്ചേക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം ഭംഗിയാവുമെന്നേ. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത നിമിഷത്തിൽ പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കുക. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടന്നെന്ന് വരികയില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് അത് ഭംഗിയായിട്ട് തീരും. കാരണം ഇത് നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് എടുക്കുന്ന തീരുമാനമല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിന്റെ ആശംസകൾ.